നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഇന്ന് പരസ്പരം ചോദിക്കുന്ന ചോദ്യമാണ് രാഹുൽ വരുമോ ഇല്ലയോ. വയനാട്ടിലേക്കുള്ള രാഹുലിന്റെ വരവിന് ഇന്നലെ ആവേശം കാട്ടിയ മുതിർന്ന നേതാക്കൾ പോലും പറയുന്നത് രാഹുൽ തീരുമാനിക്കുമെന്നാണ്. രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ കൂറ്റൻ പ്രകടനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇന്ന് പ്രതീക്ഷിച്ച പ്രഖ്യാപനം ഉണ്ടായില്ല. 11 മണിക്ക് മാധ്യമങ്ങളെ കാണാമെന്ന് ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ച മുല്ലപ്പള്ളിയും വാർത്താ സമ്മേളനം റദ്ദാക്കി. KPCCയുടെ ആവശ്യം പരിഗണിച്ച് രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറാവുമെന്ന് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പ്രതീക്ഷ പ്രകടിപ്പിച്ചു. രാഹുൽ വരുന്നതിനെ BJPയേക്കാൾ എതിർക്കുന്ന CPM മതേതര ജനാധിപത്യ ബദൽ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് ചെന്നിത്തലയുടെ ചോദ്യം. കേരള നേതാക്കൾ രാഹുലിന്റെ വരവിന് പ്രചാരം നൽകിയതിൽ PC ചാക്കോയുടെ അതൃപ്തി. രാഹുൽ ആരോടും മനസ്സ് തുറന്നിട്ടില്ലെന്ന് PC ചാക്കോ. രാഹുൽ മത്സരിച്ചാൽ BJP വിരുദ്ധത കപടതയെന്ന പ്രചാരണവുമായി നേരിടാൻ LDF. യെച്ചൂരിയുമായി കൈകോർത്താണ് രാഹുലിന്റെ വരവെന്ന ആരോപണവുമായി BJP. ഇതിനിടയിൽ ഹൈക്കമാൻഡ് തീരുമാനം നീളുന്നത് എന്തുകൊണ്ടെന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. രാഹുൽ വരുമോ ഇല്ലയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ KPCC വക്താവ് ജോസഫ് വാഴക്കൻ, CPM സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ്, BJP സംസ്ഥാന സെക്രട്ടറി JR പത്മകുമാർ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നതെങ്കിലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടായില്ല. രാവിലെ വാർത്താ സമ്മേളനം വെച്ചിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ വാർത്താ സമ്മേളനം റദ്ദാക്കുകയും ചെയ്തു. ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. വയനാട്ടിൽ രാഹുൽ വരുമോ ഇല്ലയോ? ശ്രീ ജോസഫ് വാഴക്കൻ, ഇന്ന് 9ാമത്തെ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ. ഈ പട്ടികയിലും പക്ഷേ വയനാട് ഉൾപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് സമിതി കൂടാനിരിക്കുന്നതേ ഉള്ളൂ എന്ന സാങ്കേതികത്വം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഹുലിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ് എന്ന രീതിയിലുള്ള വിശദീകരണവും വരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? വയനാട്ടിലേക്ക് രാഹുൽ വരുമോ ഇല്ലയോ? ഇക്കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ അഭിപ്രായ സമന്വയമുണ്ടോ? അല്ല, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ പേര് പ്രഖ്യാപിക്കുന്നതിനും വരെ രാഹുൽ ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കാർക്കുമില്ല. പക്ഷേ കേരളത്തിലെ KPCC അദ്ദേഹം വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വരണം എന്നാഗ്രഹിക്കുന്നു. ഞങ്ങൾ ആ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. വയനാട് സീറ്റിൽ ഇതേവരെയും പാർട്ടി സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്തിട്ടുമില്ല. ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. മറ്റെല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സീറ്റിൽ രാഹുൽ ഗാന്ധി തന്നെ വരണം എന്നുള്ളത് കേരളത്തിലെ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ആഗ്രഹമാണ്. കാരണം വയനാട് സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരതിർത്തി തമിഴ്നാടും ഒരതിർത്തി കർണാടകവും പങ്കുവയ്ക്കുന്ന 3 സംസ്ഥാനങ്ങളുടെ ഒരു സംഗമ ഭൂമിയാണ്. അവിടെ ആ സീറ്റ് ഓപ്പണായിട്ട് വന്നതാണ്. ശ്രീ MI ഷാനവാസിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ ഓപ്പൺ സീറ്റാണ്. അപ്പോൾ ആ സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് ഈ പ്രദേശത്തെ പാർട്ടിയുടെ ആഗ്രഹമാണ്. അത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അറിയിച്ചിട്ടുണ്ട്, കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനി സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി നാളെയോ മറ്റന്നാളോ കൂടുമ്പോൾ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. കേരളത്തിലെ നോമിനേഷനൊക്കെ 25-ാം തീയതി തുടങ്ങിയേ ഉള്ളൂ. മാർച്ച് 4-ാം തീയതി വരെ സമയമുണ്ട്. ഇതൊന്നും അത്ര ഹറിബറിയായി ചെയ്യേണ്ട കാര്യമൊന്നുമുള്ളതല്ല. അപ്പോൾ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം നരേന്ദ്രമോദി വാരാണസിയിൽ നിന്നും അതുപോലെ തന്നെ അവിടെ അനന്തകുമാറിൻ്റെ സീറ്റിൽ ബാംഗ്ലൂരും മത്സരിക്കാൻ ആ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണെന്ന് കേൾക്കുന്നു. അതപ്പോൾ ദേശീയ നേതാക്കന്മാർ പ്രധാനമന്ത്രിമാരൊക്കെ ആകാൻ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ ഒന്നിൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും മത്സരിക്കുമ്പോൾ തർക്കമില്ലാത്ത കാര്യമാണ്. ഒന്നിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന കാര്യത്തിൽ അത് ഏത് പാർട്ടിയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിൽ തർക്കമില്ല. പക്ഷേ ഒരു അനിശ്ചിതത്വം ഉണ്ടല്ലോ. ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ കാട്ടിയ ആ ആത്മവിശ്വാസവും അതൊന്നും ഇന്ന് കാണുവാനുണ്ടായില്ല. ഇന്ന് രാവിലെ തന്നെ വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കുമെന്ന രീതിയിൽ KPCC പ്രസിഡന്റ് ഇന്നലെ വളരെ ആവേശപൂർവ്വം പറഞ്ഞിരുന്നു. ഇന്നലെ ചാടിക്കയറി ആദ്യം തന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യം മാധ്യമങ്ങൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹവും ഇന്ന് തണുത്തിരിക്കുകയാണ്. ഈ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് കോൺഗ്രസ് പ്രവർത്തകരിലും നേതാക്കൾക്കിടയിലുമാണല്ലോ. രാഹുൽ ഗാന്ധിയെ പ്രഖ്യാപിക്കുന്നതും കാത്ത് ഇരിക്കുന്ന പ്രവർത്തകരുണ്ട്. ഉടൻ തന്നെ വലിയൊരു പ്രകടനം നടത്തുക എന്നുള്ള സന്ദേശവും കൊടുത്തിരുന്നതാണല്ലോ. ഈ രാഹുൽ വയനാട്ടിലേക്ക് വന്ന് മത്സരിക്കുന്നത് ശരിയായ ഒരു തീരുമാനമായിരിക്കില്ല എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനവും ഉണ്ടാവുകയില്ലേ? അതുകൊണ്ട് കൂടിയല്ലേ താങ്കൾക്ക് പറയുവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അങ്ങനെ ഒരു സന്ദേശവും നൽകുന്നില്ലേ ഈ താമസം വരുന്നതിലൂടെ?
അങ്ങനെ ഒരു അഭിപ്രായവും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി ഇവിടെ വരണം എന്ന് തന്നെയാണ് എല്ലാവരും, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നത്, ചുറ്റുപാടുമുള്ള സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നത്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്തൊന്നും ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇനി അത് ഒരു സാങ്കേതികത്വമാണ്. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗമാണ് അത് അനൗൺസ് ചെയ്യേണ്ടത്. ഇപ്പോൾ വയനാട് സീറ്റിന് ഇത് സംഭവിച്ചതാണ്. വയനാട് സീറ്റ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ക്ലിയർ ചെയ്യാത്ത സീറ്റാണ്. അവിടെ നമ്മുടെ സ്ക്രീനിങ് കമ്മിറ്റിയിൽ വന്ന പാനലിൽ ഉള്ള ആളുകളുടെ പേര് വെച്ചുകൊണ്ടാണ് ഇവിടെ മുഴുവൻ പ്രചരണങ്ങൾ നടന്നത്. അതൊരു തെറ്റായിപ്പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരിക്കലും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ സെൻട്രൽ ഇലക്ഷൻ അങ്ങനെയാണെങ്കിൽ അത് തെറ്റായി പോയെങ്കിൽ ആ തെറ്റിന് കൂട്ടുനിന്നത് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ആ തെറ്റിന് കൂട്ടുനിന്നത് ഉമ്മൻചാണ്ടിയാണല്ലോ. ആരും അങ്ങോട്ട് ചോദിക്കാതെ തന്നെ അദ്ദേഹം ഇങ്ങോട്ട് പറയുകയാണ്. അങ്ങനെയാണ് ഈ പേര് വന്നത്. ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ ഒരു പ്രഖ്യാപനം തന്നെയാണ് നടത്തിയത്. KPCC അങ്ങോട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഒരു പ്രഖ്യാപനത്തിന്റെ രീതിയിൽ തന്നെ രാഹുലിന്റെ പേര് ഉമ്മൻചാണ്ടി പുറത്ത് പറയുകയാണ്. അങ്ങനെയാണ് ഇത് വന്നത്. ആ ആവേശം തണുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. അല്ല, അത് രാഹുൽ ഗാന്ധി വരുന്നു, നമ്മൾ കേരളത്തിൻ്റെ ആവശ്യത്തോട് പോസിറ്റീവായി പ്രതികരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് അവിടെ നിന്ന് KPCC പ്രസിഡൻ്റാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുപോലെ തന്നെ അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും അത് ഏറ്റുപറഞ്ഞു. സ്വാഭാവികമായും ആ ഒരു മെസ്സേജ് തന്നെ കേരളത്തിൽ വലിയൊരു ആവേശം, ഒരു വൈദ്യുതി തരംഗം പ്രവേശിക്കുന്ന പോലെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നുപോയത്. അതിനെ തുടർന്നുണ്ടായ ഒരു ആവേശം പെട്ടെന്നുണ്ടായി, അത് സംശയമൊന്നുമില്ല. പക്ഷേ ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്യാതെ അത് പറയാനുള്ള അവകാശം മറ്റാർക്കുമില്ല. അതുകൊണ്ടാണ് ഇന്ന് ആരും അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നിട്ടുള്ളത്. എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കില്ല എന്നോ അദ്ദേഹം പോസിറ്റീവായിട്ടല്ല ചിന്തിക്കുന്നതെന്നോ അതിന് അർത്ഥമില്ല. പോസിറ്റീവായി തന്നെ ചിന്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതിൽ കൂടുതൽ പറയാനുള്ള അവകാശം എനിക്കില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജോസഫ് വാഴക്കൻ. ശ്രീ NN കൃഷ്ണദാസ്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ CPM-ഉം LDF-ഉം വലിയ പ്രതിരോധം തീർത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP വിരുദ്ധത എന്നുള്ളതൊരു കപടതയാണ്. ഇവിടെ BJP വിരുദ്ധതയല്ല രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ ആ ഒരു സന്ദേശമല്ല കോൺഗ്രസ് നൽകുന്നത്, പകരം ഇടതുപക്ഷ വിരുദ്ധത എന്ന സന്ദേശമാണ് നൽകുന്നത് എന്ന്. ഈ ഒരു സന്ദേശം വെച്ചുകൊണ്ടാണോ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ചോദ്യം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചോദിച്ചതാണ്. അതിന് ഇന്ന് മറുപടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, എന്ത് സന്ദേശമാണ് ഇടതുപക്ഷം രാഹുലിനെ എതിർക്കുന്നതിലൂടെ നൽകുന്നത് എന്ന്. എന്തായാലും LDF-ഉം CPM-ഉം ഒക്കെ പങ്കുവെച്ച ആ ഒരു വികാരം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ഇടയിൽ കൂടി ഉണ്ട്. അതുകൊണ്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും ആ രീതിയിലുള്ള ചിന്തയിലേക്ക് പോകുന്നുണ്ട്. കേരളത്തിൽ വന്ന് മത്സരിച്ചാൽ മറ്റൊരു സന്ദേശം നൽകും, അത് ദേശീയ തലത്തിൽ ഗുണം ചെയ്യുകയില്ല. ഈ ഒരു തോന്നൽ രാഹുൽ ഗാന്ധിക്കും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു തീരുമാനം, വയനാട്ടിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം വൈകുന്നത് എന്ന് ആ ഒരു വിലയിരുത്തലുണ്ടോ CPM-നും LDF-നും ഇപ്പോൾ? ഇത് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് കോൺഗ്രസിൻ്റെ. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ മത്സരിക്കണം, എവിടെ മത്സരിക്കണം, അദ്ദേഹം മാത്രമല്ല അവരുടെ പാർട്ടിയുടെ ഓരോ ആളുകളും ഏതേത് മണ്ഡലത്തിൽ മത്സരിക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ആഭ്യന്തര അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. അതിലൊന്നും വേറെ ആളുകൾ അഭിപ്രായം പറയുന്നത് ഒരു മര്യാദയോ മാന്യതയോ അല്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ 543 മണ്ഡലത്തിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം, വയനാട് ഉൾപ്പെടെ ഏത് മണ്ഡലത്തിലും മത്സരിക്കാം. അവരുടെ ആഭ്യന്തര കാര്യം, നമ്മളതിലൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അത് ഏത് പാർട്ടിയുടെ അങ്ങനെ തന്നെ. അപ്പോൾ നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാം, ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ ശേഷി അനുസരിച്ച് എവിടെയും മത്സരിക്കാം, അതൊക്കെ ഞങ്ങളുടെ കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സൂചി മുന പോലെ സൂക്ഷ്മമായ പരമലക്ഷ്യം എന്താണ് കോൺഗ്രസിൻ്റെ എന്നുള്ളത് അവർ വ്യക്തമാക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സൂചിമുന പോലെ സൂക്ഷ്മമായിട്ടുള്ള ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം ഇപ്പോൾ ഇന്ത്യയിൽ അധികാരത്തിലുള്ള സംഘപരിവാർ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക. അതിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിന് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ശേഷിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ ഞങ്ങൾക്കൊരു അപകർഷതാബോധമൊന്നുമില്ല. ഞങ്ങൾക്ക് ശേഷിയുള്ളിടത്ത് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റും. കോൺഗ്രസ് പാർട്ടി ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെയും ലക്ഷ്യം BJP തോൽപ്പിക്കുക എന്നുള്ളതാണ്. BJPയെ തോൽപ്പിക്കലാണ് പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമെങ്കിൽ BJP മുഖ്യമായിട്ട് ശക്തിയായി BJPയോട് കോൺഗ്രസ് മുഖാമുഖം മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ
കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാന നേതാവ് മത്സരിക്കേണ്ടത്. അതിന് പകരം BJP ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് വന്ന് മത്സരിക്കുക. വയനാട്ടിൽ BJPക്ക് കെട്ടിവെച്ച കാശ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടാത്തൊരു മണ്ഡലമാണ്. അപ്പോൾ BJPയോടല്ല കോൺഗ്രസിൻ്റെ മത്സരം എന്ന് വരുന്ന ഒരു സന്ദേശം കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ടതായി തോന്നാൻ ഇടവരുത്തും. അതിൽ നിന്ന് അങ്ങനത്തെ ഒരു സന്ദേഹം അവർ വരുത്തരുത്. കാരണം BJPയെ തോൽപ്പിക്കാൻ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും കോൺഗ്രസ് ഒന്നല്ല BJPയുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടുന്നത്. 29 സംസ്ഥാനങ്ങളിൽ വെറും 9 സംസ്ഥാനത്ത് മാത്രമേ BJPയോട് കോൺഗ്രസ് മുഖാമുഖം ഏറ്റുമുട്ടുന്നുള്ളൂ. എന്നാലും ആ 9 സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിക്കുക BJPയെ തോൽപ്പിക്കാൻ. അതിനാണ് അവർ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. BJP അവർ തോൽപ്പിക്കാൻ ഏറ്റവും കൂടുതൽ, വിശേഷിച്ചും ഉത്തർപ്രദേശ് ആര് ജയിക്കണോ അവർ ഇന്ത്യ ഭരിക്കും എന്നുള്ളത് ഒരു ഫോർമുലയല്ല, ഒരു വാസ്തവമാണ്. അവിടെ 80 MP-മാരുണ്ട്. അവിടെ നിന്ന് 73 MP-മാർ ഇപ്പോൾ BJPക്ക് ഉണ്ട്. അതാണ് BJPക്ക് 282 MP-മാരുടെ അംഗബലം ഉണ്ടാകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അവിടെ BJPയെ തോൽപ്പിക്കണം. അവിടെ BJP തോൽപ്പിക്കുന്നതിന് വലിയ പങ്കൊന്നും കോൺഗ്രസ്സിന് വഹിക്കാനില്ല യാഥാർത്ഥ്യബോധത്തിൽ. എന്നാലും 2 സീറ്റ് ഇപ്പോൾ അവിടെ കോൺഗ്രസ് ഉണ്ട്. അതുപോലെ BJPയോട് മുഖാമുഖം മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇവർ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അവിടെ നിന്ന് അവരുടെ ശ്രദ്ധ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് BJPക്കെതിരായി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ആക്രമണത്തിൻ്റെ സൂചിമുന ശരിക്കും ലക്ഷ്യം വരിച്ച് തിരിച്ചു വെക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോകലാണ് എന്നുള്ള സന്ദേശമാണ് കൊടുക്കുക. അതാണ് ഞങ്ങൾക്കിതിലെ രാഷ്ട്രീയമായിട്ട്. അതേസമയം രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നു ഞങ്ങളുടെ വിഷയമല്ല. ഞാൻ ഇടപെടുകയാണ്. ഇതേ കാര്യം മാത്രമല്ല ശ്രീ അനിൽ കൃഷ്ണദാസ്, ഇതേ കാര്യം തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരിച്ചു ചോദിക്കുകയാണ്. എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് CPM-ഉം LDF-ഉം മുഖ്യമന്ത്രിയും ഒക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രമേശ് എന്ന് പറയുന്നത് ഇത്രയും നാൾ അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ച് പുലർത്തിയിരുന്ന ആളാണ് മുഖ്യമന്ത്രി. പാർട്ടി കോൺഗ്രസിലും കേന്ദ്ര കമ്മിറ്റിയിലും കോൺഗ്രസുമായി ഒരു ധാരണയും പറ്റില്ലെന്ന് വാദിച്ചയാളാണ്. അത് മുഖ്യമന്ത്രി മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള CPM നേതാക്കളെല്ലാം അങ്ങനെയാണ്. BJPക്കെതിരെ സീറ്റ് ധാരണ ബംഗാളിൽ പൊളിച്ചത് കേരളത്തിലെ നേതാക്കളാണ്. ഇക്കാലം അത്രയും ദേശീയ തലത്തിൽ മതേതര ജനാധിപത്യ സഖ്യം രൂപീകരിക്കുന്നതിനെ എതിർത്തവർ എന്ത് സന്ദേശമാണ് ഇപ്പോൾ രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ നൽകുന്നത് എന്ന് രമേശ് അങ്ങോട്ട് ചോദിക്കുകയാണ്. അതായത് രാഹുലിനെ എതിർക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നാണ് ഈ ചോദ്യം. മറ്റൊരു കാര്യം കൂടി രമേശ് ചോദിക്കുന്നത്, BJPയേക്കാൾ ശക്തമായ രീതിയിലാണ് രാഹുൽ വയനാട്ടിൽ വരുന്നതിനെ CPM-ഉം LDF-ഉം എതിർത്തത്. അത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് CPM-ൽ നിന്ന്. അതായത് മഞ്ജുഷ് പറഞ്ഞത് ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകളും കേട്ടുകേൾവിയുടെയോ അല്ലെങ്കിൽ ബോധപൂർവം നിർമ്മിക്കുന്ന ചില വിലയിരുത്തലുകളുടെയോ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ നേതാക്കൾ ഒരു നിലപാട്, ബംഗാളിലെ നേതാക്കൾ വേറൊരു നിലപാട് തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ രൂപീകരിച്ചത് ഈ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഹൈദരാബാദിൽ നടന്ന ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ്സിലാണ്. ഏകകണ്ഠമായിട്ടാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം ഞങ്ങൾ അംഗീകരിച്ചത്. BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഇന്ത്യയിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യണം. ശേഷിയുള്ളിടത്ത് മറ്റാർക്കും കാത്തു നിൽക്കാതെ സ്വന്തം നിലയ്ക്ക് BJPയെ തോൽപ്പിക്കണം. ശേഷിയില്ലാത്ത മണ്ഡലങ്ങളിൽ നമ്മുടെ കൈവശത്തിലുള്ള വോട്ട് ആ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്ക് കൊടുത്താലാണോ അവിടെ BJP തോൽക്കുക, ആ സ്ഥാനാർത്ഥിയുടെയോ പാർട്ടിയുടെയോ മറ്റ് ബാധ്യതകൾ നോക്കാതെ ആ വോട്ട് അവർക്ക് കൊടുത്ത് ആ പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJP തോൽക്കുമെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനത്തെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് ഞങ്ങൾ എടുത്തതാണ്. അത് കേരളത്തിലെ പാർട്ടി നേതൃത്വം വേറെ, മുഖ്യമന്ത്രി വേറെ, ബംഗാൾ പാർട്ടി വേറെ, അങ്ങനെയൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അത് നിങ്ങളുടെ ചില ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന ചില വിലയിരുത്തലോ ആണ്. ഇത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ രമേശ് ചെന്നിത്തല അദ്ദേഹം ഇന്ന് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് TV കൂടെ പറയുന്നത് ഞാൻ കേട്ടു. എനിക്കതിൽ അത്ഭുതം തോന്നിയൊരു കാര്യം, അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നതിൽ അവർ വിഷമം വിചാരിക്കരുത്, ക്ഷമിക്കണം. അവരുടെ അവകാശങ്ങളിൽ ഞാൻ ഇടപെടുന്നു എന്ന് തെറ്റായിട്ട് വിചാരിക്കരുത്. TV-യിൽ കൂടെ അദ്ദേഹം പറയുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം, എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാവണം എന്നതൊക്കെ. ഇത് TV കൂടെ പറയേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവാണ്, രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്, ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരെ. അപ്പോൾ TV-യിൽ കൂടെ ഇത് പറയാമെന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം അവർക്ക് ചില കോലാഹലങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പറയുമ്പോൾ
തെറ്റായിട്ട് എടുക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറയുന്നു. ഇങ്ങനത്തെ ഒരു നിർദ്ദേശം ഉണ്ടാവുന്നത് എൻ്റെ മാന്യ സുഹൃത്ത് ജോസഫ് വാഴക്കൻ ഈ വയനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പ് കർണാടകത്തിനോടും തമിഴ്നാട്ടിനോടും ചേർന്ന് കിടക്കുന്നു എന്നുള്ളതൊന്നല്ല. സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ നിർണ്ണയിക്കാനുള്ള കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നത്തിൻ്റെ തർക്കപ്രശ്നത്തിൻ്റെ പരിഹാരമായിട്ട് ഒരു ദുർബല നിമിഷത്തിൽ ആരോ ഉന്നയിച്ചതാണ് ശരി രാഹുൽ ഗാന്ധി വരട്ടെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ രാഹുൽ ഗാന്ധി വന്നാൽ പിന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അവിടെ തർക്കങ്ങൾക്കൊന്നും സാധ്യതയുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഫോർമുല മുമ്പിലേക്ക് വെച്ചിട്ടുള്ള അവരുടെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയ തർക്കങ്ങളുടെ ഒരു സൂത്രവിദ്യ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇത് പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അത് അവരുടെ ദിശാബോധം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതേ വരൂ. കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൻ്റെ ആർക്കെതിരാണ് അവരുടെ സൂചിമുന ആക്രമണത്തിൻ്റെ എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്ന വിധത്തിൽ അവരുടെ രാഷ്ട്രീയ ദിശാബോധം നഷ്ടപ്പെടുന്നു എന്നത് വരുത്താൻ മാത്രമേ ഇത് ഇടവരുത്തൂ. അവർ BJPയെ തോൽപ്പിക്കേണ്ടത് BJPക്ക് ശക്തിയുള്ളിടത്താണ്. അവിടെയാണ് അവർ കേന്ദ്രീകരിക്കേണ്ടത്. ഇത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. ശരി, അതിന് പകരം അവർ അവരുടെ ശ്രദ്ധ മാറ്റുന്നത് അവരുടെ പരാജയം. BJP നേതാവ് അദ്ദേഹത്തിലൂടെ പോയതിനു ശേഷം താങ്കളിലേക്ക് മടങ്ങിയെത്താം. രാഹുലിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചാൽ ഇക്കാര്യം ഇടതുപക്ഷം പിൻവലിച്ചിട്ട് ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാമെന്നും കൂടി ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നതാണ്. ശ്രീ JR പത്മകുമാർ, BJPയുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? രാഹുൽ ഗാന്ധി സുരക്ഷിത മണ്ഡലം തേടി ഓടുകയാണ് എന്നാണല്ലോ നിങ്ങളുടെ ആരോപണം. പക്ഷേ ഇവിടെ രാഹുൽ തന്നെ വയനാട്ടിൽ വരും എന്നിപ്പോൾ BJP ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അത് വളരെ വ്യക്തമായ കാര്യമല്ലേ. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു കുടുംബം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ കൈവശം വച്ചിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം കൊണ്ട് അദ്ദേഹം ഒരു സുരക്ഷിതത്വമുള്ള ഒരു മണ്ഡലം തേടി ഇങ്ങ് വന്നു എന്നുള്ളതാണ്. കർണാടകയിൽ നോക്കി, തമിഴ്നാട്ടിൽ നോക്കി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വയനാടിൽ വന്നാൽ രക്ഷപ്പെടാം എന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പ്രഖ്യാപനം വന്നത്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള കാര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന് പഴയതുപോലെ ഒരു ആവേശമില്ല, ഒന്നുമില്ല. ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ PC ചാക്കോ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാക്കുന്നത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അങ്ങനെ ഒരു മനസ്സമ്മതം കൊടുത്തിട്ടില്ല എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് വഴക്കിനോടും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ നമ്പർ 2 എന്ന് പറയുന്ന വലിയ നേതാവാണ് കേരളത്തിലെ നമ്പർ 1 എന്ന് പറയുന്ന നേതാവിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞത്. നമ്മളിതെല്ലാം മാധ്യമങ്ങളിൽ കണ്ടാണ്. അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഗൺമാൻ കൊണ്ടുവന്ന് ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നു, ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊടുക്കുന്നു. അദ്ദേഹം സംസാരിച്ചതിന് ശേഷം ഇത് ഞാൻ തുറന്ന് എല്ലാവരോടും പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നു. പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞ കാര്യം ചൂടാറാതെ പത്രക്കാരോട് വിളിച്ച് പറയുകയാണ് രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിക്കുന്നു. മാത്രവുമല്ല, അവിടെ മത്സരിക്കാൻ നിശ്ചയിച്ച് റോഡ് ഷോ വരെ നടത്തിയ ആ സ്ഥാനാർത്ഥി പരസ്യമായി പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു രാഹുൽ ഗാന്ധി വരുന്നു, ഞാൻ പിന്മാറുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ടുകേൾവി അല്ലെങ്കിൽ അവിടുത്തെ AICC ഓഫീസിലെ എന്തെങ്കിലും അശരീരി കേട്ടുകൊണ്ടാണോ ഈ സംഭവങ്ങൾ ഒക്കെ നടന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പ്രകടനം നടന്നത്, വയനാട്ടിൽ പ്രകടനം നടന്നത്. അപ്പോൾ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ രണ്ടാമത് റീതിങ്കിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വരുന്നു ഒരു സംശയം ജനിപ്പിച്ചിട്ടുള്ളത്. അതിനുള്ള യഥാർത്ഥ കാരണം CPM വലിയ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിലവിളി നമ്മൾ കേട്ടതാണ്. വലിയ കാര്യത്തിൽ ഈ കോൺഗ്രസ് CPM-നോടാണോ മത്സരിക്കൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോടാണോ മത്സരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞൊരു കാര്യം വരികൾക്കടിയിൽ കൂടി ഇടയിൽ കൂടി ഒന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞത് യു പിയിൽ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുന്നണി എന്ന് പറയുന്നത് BSP സഖ്യമാണ്. അവർ കോൺഗ്രസിന് വേണ്ടിയിട്ട് 2 സീറ്റ് ഒഴിച്ചു കൊടുത്തു. അത് അവരുടെ മഹത്വമാണ് കാണിക്കുന്നത്. എന്തേ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ വലിയ കക്ഷി അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകക്ഷി മുന്നണി, ഏറ്റവും വലിയ മുന്നണി എന്ന് പറയുന്നവർ കൂടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാക്കാൻ പോകുന്ന ആളിന് ആ യു പിയിൽ അവിടുത്തെ വലിയ കക്ഷി കാണിച്ചൊരു മഹത്വം ഇവിടെ കാണിക്കുന്നില്ല. ഇവിടെ കാണിക്കാൻ എന്താ അവർക്ക് ഒരു താല്പര്യക്കുറവ്? അത് വളരെ വ്യക്തമാണ്. ഇവർ പറയുന്ന കോൺഗ്രസിനെതിരായിട്ട് പറയുന്ന ആരോപണങ്ങളെല്ലാം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ജൽപ്പനങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിച്ചിട്ടുള്ളത്.
മാത്രമല്ല ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരും എന്ന് പറഞ്ഞത് മുതൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ആയുധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതിന്റെ മുന നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ആ സൂക്ഷ്മ സൂചി മുന ഒടിഞ്ഞിരിക്കുകയാണ്. കാരണം ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ മോഡിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് എല്ലാ സ്ഥലത്തും പ്രചരണം നടത്തിയിട്ട് ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചിട്ട് രണ്ടാളുകളെ കൂട്ടി ഡൽഹിയിൽ ചെന്നിട്ട് ആരെ പ്രധാനമന്ത്രിയാക്കാൻ പോകുന്നത്? ഒന്നുമില്ല. ആരെയും പ്രധാനമന്ത്രിയാക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രചരണ ആയുധം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല വേറൊരു കാര്യം കൂടി ആലോചിക്കണം. ഇപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞ ഒരു കാര്യം വളരെ എനിക്ക് ആശ്ചര്യം തോന്നി. അദ്ദേഹം പറഞ്ഞത് മോഡിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മോഡിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് ഞങ്ങൾ ചില സ്ഥലത്തൊക്കെ വോട്ട് ചെയ്യും എന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ രാഷ്ട്രീയ നിലപാടെടുത്ത പശ്ചിമ ബംഗാളിലെ നിലപാടെന്താ? അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. BJPയുമായി നേരിട്ടാണ് മത്സരം. കോൺഗ്രസും നിങ്ങളുടെ CPM-ഉം 3-4 സ്ഥാനത്താണ്. നേരിട്ട് മത്സരം പശ്ചിമ ബംഗാളിൽ നടക്കുന്നത് തൃണമൂൽ കോൺഗ്രസും BJPയുമാണ്. അവിടെ എന്തേ നിങ്ങൾക്ക് ഈ കേരളത്തിൽ എടുക്കുന്ന ആ നിലപാട് അവിടെ എടുക്കാത്തത്? അവിടെ എന്തുകൊണ്ട് നിങ്ങൾ നിഷ്പക്ഷമായൊരു നിലപാടെടുത്തിട്ട് BJPയെ തോൽപ്പിക്കാൻ തൃണമൂലിന് വോട്ട് ചെയ്യാൻ തയ്യാറാകാത്തത്? ബീഹാറിൽ അവിടെ BJPയും അതുപോലെ തന്നെ RJDയുമാണ് രണ്ട് മുന്നണികളായി നിന്ന് മത്സരിക്കുന്നത്. അവിടെ നിങ്ങൾ എന്താ നിലപാട്? കോൺഗ്രസിന് അനുകൂലമായി നിലപാട് എടുക്കുന്നുണ്ടോ? RJDക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നുണ്ടോ? അവിടെ ഇടതുപക്ഷം വേറെ മുന്നണിയായിട്ടല്ലേ മത്സരിക്കുന്നത്? അങ്ങനെ പല സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് സീറ്റ് കിട്ടാത്ത സ്ഥലത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്ത് മോഡിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. അതാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പ്. ഇവിടെ വരുമ്പോൾ പറയും വേറൊരു നയം, മറ്റു സംസ്ഥാനങ്ങളിൽ പറയും വേറൊരു നയം. നിങ്ങളുടെ രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ് ഈ രാഹുൽ ഗാന്ധിയുടെ വരവോട് പൊളിഞ്ഞിരിക്കുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, അതായത് AK ആന്റണി ഉമ്മൻചാണ്ടിയെ വിളിച്ചു പറയുന്നു ഇങ്ങനത്തിലുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു എന്ന കാര്യം. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ന് PC ചാക്കോ പരസ്യമായി ഈ നിലപാട് എടുത്തത്? അദ്ദേഹം പറയുകയാണ് ഇങ്ങനൊരു തീരുമാനമേ ഉണ്ടായിട്ടില്ല, രാഹുൽ ഗാന്ധി ഒരിടത്തും യെസ് മൂളിയിട്ടില്ല എന്ന്. മാത്രമല്ല അദ്ദേഹം പറയുന്നു ഇങ്ങനൊരു പ്രചാരണം ഇവിടെ നൽകിയത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൂടാൻ പാടില്ലാത്ത കാര്യം ആയിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എന്ന കാര്യം വ്യക്തമാണല്ലോ. അല്ല, ശ്രീ PC ചാക്കോ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത് എനിക്കും അറിയില്ല. അങ്ങനെ ഒരു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതും എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഇത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുന്നിടം വരെ ഔദ്യോഗികമായി ആർക്കും പറയാനുള്ള അവകാശമില്ല. പിന്നെ വയനാട്ടിലേക്ക് സീറ്റ് ഒഴിച്ചാണ് ഇട്ടിരുന്നത്. ഇനി ആരെങ്കിലുമൊക്കെ അവിടെ പ്രചരണം നടത്തിയെന്നോ പത്രത്തിൽ വാർത്ത കൊടുത്തുന്നോ ഒന്നും പറയുന്നതിലൊന്നും അർത്ഥമില്ല. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിക്കാതെ ഇന്ത്യയിൽ ഒരു സീറ്റിലും സ്ഥാനാർത്ഥി ഔദ്യോഗികമായിട്ടുണ്ടാവില്ല. അതല്ലാതെ ആർക്കും പ്രചരണം നടത്താനോ ആ രീതിയിൽ അനൗൺസ്മെൻറ്റ് നടത്താനുള്ള അവകാശവുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യമൊന്നും ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷേ ഞാൻ ഈ കൃഷ്ണദാസ് ഉന്നയിച്ച കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൃഷ്ണദാസ്, നിങ്ങൾ BJPക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നു, അതിനാരെയും ശക്തിപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ടുള്ള ആരെയും ഞങ്ങൾ പിന്തുണ കൊടുക്കും എന്നൊക്കെ പറയുന്നതിലൊക്കെ എന്തർത്ഥമായിരിക്കുന്നത്? ഈ ഇന്ത്യൻ പാർലമെൻറ്റിലെ BJPക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ആളായിരുന്നു നിങ്ങളുടെ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി. അദ്ദേഹത്തെ ബംഗാളിൽ ഞങ്ങൾ നിരുപാധികമായി പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞതല്ല അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ. നിങ്ങൾ കേരളത്തിലെ നേതാക്കന്മാരല്ലേ സമ്മതിക്കാതിരുന്നത്? അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ BJPക്കെതിരെ വളരെ ശക്തമായ നമുക്കൊരു വലിയ ഒരു പോർമുഖം തന്നെ രാജ്യസഭയിൽ തുറക്കാൻ വളരെ ശക്തമായ ഒരു സാന്നിധ്യമായി അദ്ദേഹം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അദ്ദേഹം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ കോൺഗ്രസ് വിരോധം. ഇന്നലെ നേരത്തെ വളരെ മര്യാദയ്ക്ക് നല്ല ഭാഷയിൽ NN കൃഷ്ണദാസ് പറഞ്ഞു ഇന്ത്യയിൽ 543 സീറ്റുണ്ട്, അവിടെ എവിടെയും മത്സരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് അവകാശമുണ്ട്, ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന്. അതല്ലല്ലോ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ പറഞ്ഞത്. അതിനുശേഷം മുഖ്യമന്ത്രി എന്താ ഗദ്ഗത ഖണ്ഡനായിട്ട് ഇവിടെ സംസാരിക്കുന്നത് കേട്ടല്ലോ. അദ്ദേഹം എന്താ ഇവിടെ വരേണ്ടതില്ലായിരുന്നുവെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൽ കോൺഗ്രസും CPM-ഉമായി സഖ്യമുണ്ടോ? സഖ്യമില്ലാത്ത എത്രയോ സംസ്ഥാനങ്ങളിലുണ്ട്. നിങ്ങൾ മറ്റ് പല ചേരികളിലും ഞങ്ങളുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനും ജനാധിപത്യ ചേരിയെ രണ്ടാക്കി മാറ്റാനും ഒക്കെ നിങ്ങൾക്കുള്ള 10 വോട്ടാണെങ്കിൽ ആ 10 വോട്ട് BJPയുടെ അനുകൂലമായി വരത്തക്ക രീതി നിങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ നിങ്ങൾ പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ കേരളത്തിൽ ഒരിക്കലും സഖ്യമില്ലാത്ത ഒരു സ്ഥലത്ത് കോൺഗ്രസിൻ്റെ സീറ്റിൽ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നു, അതിന് നിങ്ങൾക്കെന്ത് കാര്യം? നിങ്ങൾ എന്ത് രാഷ്ട്രീയമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ NN കൃഷ്ണദാസ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം ഈ സൂചിമുന പോലെ കൃത്യമായ കാര്യം എന്താണ് എന്നുള്ളത്.
അത് മോദി വിരുദ്ധതയാണല്ലോ, BJP സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ താങ്കൾ ആദ്യം പറഞ്ഞു തമിഴ്നാടുമായും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്, അതിർത്തി പങ്കിടുന്ന മണ്ഡലമാണ് വയനാട് എന്ന്. പക്ഷേ അങ്ങനെ അതിർത്തി പങ്കിടുന്ന മണ്ഡലമായതുകൊണ്ട് മാത്രം വയനാട്ടിൽ വന്ന് മത്സരിച്ചാൽ ഈ മോദി വിരുദ്ധതയും BJP വിരുദ്ധതയും അവിടെ പ്രകടമാവുകയില്ലല്ലോ. കർണാടകത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം, തമിഴ്നാട്ടിലാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരു അളവ് വരെ അത് മനസ്സിലാക്കുവാം. കാരണം ജനാധിപത്യ ചേരികളെല്ലാം ഒരു വശത്ത് നിൽക്കുകയാണ്, മതേതര ജനാധിപത്യ ചേരികൾ ഒരു വശത്ത് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം തമിഴ്നാട്ടിലുണ്ട്. കർണാടകത്തിലാണെങ്കിൽ നേർക്കുനേർ പോരാട്ടമാണ് കോൺഗ്രസും BJPയും തമ്മിൽ. അവിടെയൊന്നുമല്ല മത്സരിച്ചത്, മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് വയനാട്ടിലാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉയരുന്നത്. അല്ല, മോദി വിരുദ്ധത കൊണ്ട് മാത്രമല്ലല്ലോ, ദക്ഷിണേന്ത്യ എന്ന് പറയുന്ന പ്രദേശത്ത് കോൺഗ്രസ്, അതും കേരളത്തിൽ മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമല്ലേ? ഉത്തരേന്ത്യയിൽ മോഡിയുടെ UP എന്ന് പറയുന്ന സംസ്ഥാനത്ത് ആകെയുള്ള സംസ്ഥാന സീറ്റുകളിൽ ഏതാണ്ട് 2 സീറ്റുള്ള ഒഴിച്ച് ബാക്കി 3-4 സീറ്റുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ സീറ്റും BJPക്കാണ്. അവിടെ BJPക്കെതിരെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം മോഡിയുടെ തരംഗം ആഞ്ഞടിച്ചപ്പോഴും 1.25 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ് ശ്രീ രാഹുൽ ഗാന്ധി അവിടെ. അപ്പോഴാണോ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് മാറി ഇന്ത്യ എമ്പാടും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു തരംഗം നിൽക്കുന്ന സമയത്ത് അവിടെ രാഹുൽ ഗാന്ധിക്ക് അമേഠിയിൽ നിൽക്കാൻ ഭയമുള്ളത്? അതൊക്കെ ഒരു വളരെ രസകരമായ ഒരു ആർഗ്യുമെൻ്റാണ്. മോദി തരംഗം ഇന്ത്യയിൽ ആഞ്ഞടിക്കുമ്പോൾ അന്ന് BSPയുടെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായി അമേഠിയിൽ BSPയുടെ സ്ഥാനാർത്ഥി മത്സരിച്ച് 80,000 വോട്ട് പിടിച്ചതാണ്. അവിടെയാണ് 1.25 ലക്ഷം വോട്ടിന് രാഹുൽ ഗാന്ധി അന്ന് വിജയിച്ചത്. ആ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് അവിടെ അമേഠി അവിടെ ജയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. അതല്ലല്ലോ, പിന്നെന്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം നരേന്ദ്രമോദി 2 സീറ്റിൽ മത്സരിച്ചത്? അവിടെ ഗുജറാത്തിലും അതുപോലെ വാരാണസിയിലും എന്തിനാണ് മത്സരിച്ചത്? ഇപ്പോൾ എന്തിനാണ് ബാംഗ്ലൂരിലെ ഒരു സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നത്? അപ്പോൾ അതൊക്കെ ദേശീയ നേതാക്കന്മാർ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും 2 പ്രദേശങ്ങളിൽ ഒക്കെ ആ പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുവാൻ വേണ്ടി, പ്രത്യേകിച്ച് ആ പ്രദേശങ്ങളിൽ പാർട്ടിക്കും മുന്നണിക്കും ആവേശം പകരുന്നതിന് വേണ്ടി മത്സരിക്കും. അത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. BJPക്കെതിരെയുള്ള മത്സരമായിട്ട് കണക്കാക്കുന്നില്ല, പാർട്ടിയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി. അല്ലെങ്കിൽ പാർട്ടി അല്പം മത്സരിക്കുന്നു, അങ്ങനെ കാണാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ സുരക്ഷിത മണ്ഡലം എന്ന് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ മോദി വിരുദ്ധത മാത്രം കൊണ്ടല്ല ദക്ഷിണേന്ത്യയിലേക്ക് വന്നത്, ഇത് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന കാര്യം മാത്രമേ അവിടെ. സ്വാഭാവികമായും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളുകൾ സുരക്ഷിത മണ്ഡലത്തിലും മത്സരിക്കും. അവർക്ക് കാര്യം രാജ്യമെമ്പാടും നടന്ന് പ്രചരണം നടത്തേണ്ടവരാണ്. 1 മിനിറ്റ് 1 മണിക്കൂർ പോലും ഒരുപക്ഷെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാർ എപ്പോഴും സുരക്ഷിത മണ്ഡലങ്ങളിലാണ് എപ്പോഴും മത്സരിക്കുന്നത്. അതല്ലാതെ കണക്കും ഇപ്പോഴവിടെ മോദി പ്രഭാവം ഇല്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് താങ്കൾ പറഞ്ഞു സുരക്ഷിത മണ്ഡലമാണ് അമേഠി എന്ന്. അത് ഞാൻ പറഞ്ഞല്ലോ, ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും മത്സരിക്കുമ്പോൾ 2 സ്ഥലത്തും അതിന്റെ പ്രയോജനം ഉണ്ടാകും. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി കഴിഞ്ഞ തവണ 2 തവണ 2 മത്സരിച്ചത്? അദ്ദേഹം വാരാണസിയിലൊക്കെ മത്സരിക്കുന്ന അദ്ദേഹം ഒരു എഫക്ട് കിട്ടുന്നതിനല്ലേ. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് അവകാശം ഇത് പറയാൻ? കേട്ടില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മത്സരിച്ചപ്പോൾ മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് തൂത്തുവാരേണ്ടതാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ അതുണ്ടായില്ലല്ലോ. അങ്ങനെ ഒരു സീറ്റിൽ മത്സരിച്ചു എന്ന് വെച്ച് മുഴുവൻ സീറ്റുകളിലും ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്കല്ലല്ലോ, എല്ലാവർക്കും എതിരല്ലേ. അവിടെ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ, അവിടെ SP-യും BSPയും എല്ലാം തകർന്നടിഞ്ഞില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇത് രാഷ്ട്രീയമല്ലേ. അപ്പൊ അവിടെ നിന്ന് ഞങ്ങളൊരു തിരിച്ചുവരവിന്റെ പാതയിലാണ് അവിടെ. ആ 2 സ്ഥലത്തും ഞങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ കക്ഷികളും തകർന്നടിഞ്ഞു, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ. അവിടെ നിന്നും 5 വർഷത്തിന് ശേഷം ഒരു തിരിച്ചുവരവല്ലേ നടക്കുന്നത്. മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഒക്കെ ഞങ്ങളൊരു തിരിച്ചുവരവ് ഇതിനിടയ്ക്ക് നടത്തിയിട്ടില്ലേ. അപ്പോൾ ആ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെയേറെ മുന്നോട്ടാണ്. അതുപോലെ തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ. ദക്ഷിണേന്ത്യയിൽ പരമാവധി സീറ്റുകൾ കോൺഗ്രസിന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതല്ലാതെ കോൺഗ്രസിൻ്റെ കൂടെ അല്ലാതെ മറ്റ് പലതരത്തിൽ ഒരിക്കലും കോൺഗ്രസിന് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ബംഗാളിൽ പോലും ഒന്നിച്ച് നിൽക്കാൻ തയ്യാറാവാത്ത ഈ CPM-നെ വിശ്വസിച്ച് ഞങ്ങൾക്ക് CPM-നെ മുഴുവൻ അങ്ങ് സീറ്റിലങ്ങ് ജയിപ്പിക്കാൻ കഴിയും. ഞങ്ങൾക്ക് എന്തിനാ CPM-നെ വിജയിപ്പിക്കേണ്ട കാര്യം? രാജ്യത്ത് ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന് എന്ത് ഉറപ്പാണുള്ളത്?
പിണറായി വിജയനും സംഘവുമൊക്കെ BJP-യുമായി കള്ളബന്ധങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സുപ്രീം കോടതി നടക്കുന്ന കേസ് നമുക്കറിയാമല്ലോ. CBI അല്ലേ ആവശ്യപ്പെടുന്നത്? ലാവ്ലിൻ കേസ് ഓരോ ദിവസവും CBI അല്ലേ മാറ്റിവെക്കുന്നത്? സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഇന്ന് ഈ കേസ് കേൾക്കാൻ തയ്യാറാണ്. അപ്പോൾ CBI പറയുന്നു മാറ്റിവെക്കാൻ. എന്താ ഈ ബന്ധം? എന്താ ഈ കള്ളക്കച്ചവടം? എന്താ ആർക്കും അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ ഇവരെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ BJP-യേക്കാൾ എത്രയോ മോശപ്പെട്ട ഭാഷയിലാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായിട്ടുള്ള ഇവിടെ കഥകൾ ഇറക്കിയിരിക്കുന്നത്. ഹിന്ദിക്കാരെ ആക്ഷേപിച്ചുകൊണ്ട് ഇന്നതാ ഒരു മന്ത്രി KT ജലീൽ ഒരു ട്രോൾ ഇറക്കിയിരിക്കുകയാണ്. ഹിന്ദിക്കാരെ മറ്റു പണിക്ക് അവിടെ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് കൂടെ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ മന്ത്രിയാ പറയുന്നതെന്ന് ഓർക്കണം. ആരെക്കുറിച്ച്? രാഹുൽ ഗാന്ധിയെക്കുറിച്ച്. എന്നിട്ട് ഇവിടെ PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ, CPM-ന്റെ ആളുകൾ ഞങ്ങൾ ജയിച്ചാലും രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ പ്രചരണത്തിൻ്റെ ഇത്തരം കള്ള പ്രചരണങ്ങളായിരുന്നു. നിങ്ങൾ വിജയിച്ചാൽ ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് ഇന്നും നിശ്ചയമില്ല. നിങ്ങൾ പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും തങ്ങളുടെ കാലഘട്ടം ഒന്ന് കഴിഞ്ഞുകൂടണം. ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കേസുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കണം എന്നുള്ളതിനപ്പുറത്ത് ഓരോരോ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല. അങ്ങനെ ധാരണയുണ്ടായിരുന്നുവെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുവാൻ പിണറായി വിജയനും കേരളത്തിൽ നിന്ന് പോകുന്ന സംഘവും സമ്മതിക്കുമായിരുന്നു. കേരളത്തിലെ സംഘമാണല്ലോ ഈ പോളിറ്റ് ബ്യൂറോയിൽ ഭൂരിപക്ഷമുള്ളത്, കേന്ദ്ര കമ്മിറ്റിയിലും. അവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും തീരുമാനിക്കാൻ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ആരാണ്? കേരളത്തിൽ രാഹുൽ മത്സരിക്കുകയാണെങ്കിൽ രാഹുലിനെതിരെ മത്സരിക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഡൽഹിയിൽ വരെ പോയി കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ലല്ലോ, വയനാട് വരെ പോയാൽ മതി. ഇത്തരം കാര്യങ്ങളാണ് ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്നത്. മാത്രമല്ല BJP-ക്കെതിരെ മതേതര ജനാധിപത്യ ബദൽ ഉണ്ടാക്കുമ്പോൾ അവരെ സഹായിക്കുകയാണ് CPM. അവസാനം ജോസഫ് വാഴക്കൻ പറഞ്ഞു വെച്ചതും അക്കാര്യമാണല്ലോ. മഞ്ജുഷേ, അതായത് എനിക്ക് പിറ്റി ഓൺ ഹിം. ഞാൻ ഈ ജോസഫ് വാഴക്കൻ്റെ നിലപാടുകൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടാണെങ്കിൽ അതിനെ സഹതപിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പൊളിറ്റിക്കൽ ഹാലൂസിനേഷൻസ് എന്ന് പറയും, രാഷ്ട്രീയ മതിഭ്രമം. ഇവരിപ്പോഴും പൊളിറ്റിക്കൽ റിയാലിറ്റിയിലേക്ക് കോൺഗ്രസ് വരുന്നില്ല. ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി BJP-യെ തോൽപ്പിക്കാൻ അത്ര ശേഷിയിലല്ല എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. എല്ലാവരും കൂടി ചേർന്നാലേ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റൂ. അവരേതോ മതിഭ്രമത്തിൽ ജീവിക്കുക. 29 സംസ്ഥാനങ്ങളിൽ വെറും 9 സംസ്ഥാനത്തെ എൻ്റെ ബഹുമാന്യ സുഹൃത്തെ വാഴക്കൻ BJP-യും കോൺഗ്രസും കൂടി നേരിട്ട് ഏറ്റുമുട്ടുന്നുള്ളൂ. ഞാൻ ആ 9 സംസ്ഥാനങ്ങളുടെ പേര് പറയാം. ഞാൻ പറയാം. 1 ഗുജറാത്ത്, 2 ഹിമാചൽ, 3 രാജസ്ഥാൻ, 4 മധ്യപ്രദേശ്, 5 ഛത്തീസ്ഗഡ്, 6 ഉത്തരാഖണ്ഡ്, കർണാടക, NCP-യുമായിട്ട് ചേർന്ന മഹാരാഷ്ട്ര. പിന്നെ ഏത് സംസ്ഥാനത്താ കോൺഗ്രസ് BJP-യോട് മുഖാമുഖം ഏറ്റുമുട്ടാൻ ശേഷിയുള്ള സംസ്ഥാനം? ഒറീസ. എന്റെ സ്നേഹിതരെ, 2 എംപിമാരേ ഉള്ളൂ ഗോവയിൽ. നോർത്ത് ഈസ്റ്റിലെ 25 എംപിമാരേ ഉള്ളൂ. അതിൽ കോൺഗ്രസിന് BJP-യോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ശേഷി ഒറ്റ സംസ്ഥാനത്തേ ഉള്ളൂ. നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ ആകെ 25 എംപിമാരേ ഉള്ളൂ. നിങ്ങൾ കോൺഗ്രസിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ശേഷി അവിടെ ഒറ്റ സ്റ്റേറ്റിലേ ഉള്ളൂ. ഇനി ഞാൻ പറയാം, 80 നിങ്ങൾ മഹാരാഷ്ട്രയിലെ പേരും പറഞ്ഞില്ല. അല്ല, അവിടെ ആകെ 25 എംപിമാരേ ഉള്ളൂ. കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് മഹാരാഷ്ട്രയിലോ? അല്ല, ഞാൻ പറയുന്നത് ഒന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസുമായിട്ട് ഇന്ത്യയിലെ കേൾക്കൂ, ചില സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷി ഉണ്ടെന്ന് മാത്രം, ബാക്കിയുള്ള സ്ഥലത്ത് സഖ്യകക്ഷി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ 9 നേരിട്ട്. അതായത് വാഴക്കൻ ഇടപെടല്ലേ? ഞാൻ നിങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ടിരുന്നല്ലോ. നിങ്ങൾ ദയവായിട്ട് ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ. ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ഉത്തർപ്രദേശിലാണ് BJP-യെ ആദ്യം തോൽപ്പിക്കേണ്ടത്. 80 എംപിമാരുണ്ട്. നിങ്ങൾ 2 ആളേ ഉള്ളൂ, റായ്ബറേലിയിൽ നിന്നും അമേത്തിയിൽ നിന്നും 2 പ്രമുഖ നേതാക്കളാണ്. 73 എംപിമാർ ഇപ്പോൾ BJP-യാണ്. നിങ്ങൾ പറഞ്ഞു എല്ലാ പാർട്ടികളും തകർന്നടിഞ്ഞു എന്ന്. അത് മനസ്സിലാക്കിയിട്ടാണ് BJP-ക്കെതിരായിട്ടൊരു വിശാല മുന്നണി അവിടെ ഉണ്ടാക്കുന്നത്.
BSPയും സമാജ്വാദി പാർട്ടിയും കൂടി ഒറ്റ മുന്നണിയായിട്ട് അവിടെ മത്സരിച്ചാൽ BJP തോൽപ്പിക്കാൻ പറ്റുന്നുള്ള അവിടെ നിങ്ങളുടെ നിലപാടെന്താ അവിടെ? ഫലത്തിലൂടെ മനസ്സിലായി. നിങ്ങൾ യാഥാർത്ഥ്യബോധത്തിലേക്ക് വരൂ. ഞങ്ങളില്ലല്ലോ അവിടെ UP. നിങ്ങൾ ഇതിന് അങ്ങനെ പരിഹാസത്തിൽ പറയുന്നത്? ഞങ്ങൾ UP ചെറിയ പാർട്ടിയാണ്, ഞങ്ങൾക്ക് ശേഷിയില്ല. അല്ല, ചെറിയ പാർട്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ അപകർഷതാബോധം. ഉള്ള പാർട്ടി എവിടെയാ? 10 വോട്ടാണെങ്കിൽ ആ 10 ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്. നിങ്ങള് ജോസഫ് വാഴക്കൻ, പ്ലീസ് നിങ്ങളൊന്ന് പേഷ്യൻ്റ് ആയിട്ട് കേൾക്കൂ. ബി പേഷ്യൻ്റ് പ്ലീസ്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നത്? നിങ്ങൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, സംസ്ഥാന ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, അതായത് അവിടെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും നിങ്ങളെക്കാളും കൂടുതൽ വോട്ട് ഇപ്പോഴും BJPക്ക് ഉണ്ട്. നിങ്ങളത് മനസ്സിലാക്കൂ. അവിടെ രാജസ്ഥാനിൽ ഞങ്ങളുടെ പിന്തുണയിൽ, മധ്യപ്രദേശിൽ BSPയുടെ പിന്തുണയിലാണ് നിങ്ങളുടെ ഗവൺമെന്റ് നിൽക്കുന്നത്. ഈ 2 സംസ്ഥാനത്തും നിങ്ങളെക്കാളും കൂടുതൽ വോട്ട് ഇപ്പോഴും BJPക്കാണ്. നിങ്ങൾ യാഥാർത്ഥ്യബോധത്തിലേക്ക് വരൂ. ഡൽഹിയിൽ നിങ്ങളുടെ പാർട്ടി നേതാവ് പറഞ്ഞു, എനിക്ക് വളരെ അതെ നിങ്ങൾ BJPക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പൊ ഞങ്ങൾ ഈ പറയുന്നത്, അവരെ പുറത്താക്കാൻ വേണ്ടി. നിങ്ങൾ യാഥാർത്ഥ്യബോധത്തിലേക്ക് വരാൻ വേണ്ടിയാ പറയുന്നത്. ഡൽഹിയിൽ നിങ്ങളുടെ നേതാവ് ശ്രീമതി ഷീല ദീക്ഷിത് പറഞ്ഞു, ഇപ്പോൾ അവിടെ കെജ്രിവാളിന്റെ പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടിയായിട്ട് മുന്നണി ഉണ്ടാക്കിയാൽ 4 മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ദോഷം ഉണ്ടാവുന്നത്. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് കോൺഗ്രസ് പാർട്ടി? ഈ തെരഞ്ഞെടുപ്പിൽ മോഡി പോയിട്ടില്ലെങ്കിൽ, BJP തന്നെയാണ് അധികാരത്തിലെങ്കിൽ, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പൊന്നും ഉണ്ടാവില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അവരെ പുറത്താക്കാൻ ശ്രമിക്കൂ. അതിന് നിങ്ങളൊരു യാഥാർത്ഥ്യബോധത്തിലേക്ക് വരൂ. നിങ്ങളുടെ മിഥ്യാബോധത്തിൽ നിന്ന് മാറൂ. നിങ്ങളുടെ പൊളിറ്റിക്കൽ ഹാലൂസിനേഷൻ, കോൺഗ്രസ് പാർട്ടിയുടെ മതിഭ്രമം, നിങ്ങൾ യാഥാർത്ഥ്യബോധത്തിലേക്ക് വരൂ. എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിയെ, സംഘപരിവാറിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി സമാജ്വാദി പാർട്ടി, BSP, കെജ്രിവാൾ എല്ലാവരും കൂടി ചേർന്ന് മുന്നണി ഉണ്ടാക്കി. അങ്ങനെയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾ അങ്ങനെയാണ് ശ്രമിക്കേണ്ടത്. കാട്ടി ഒറ്റ വാചകം ഞാൻ പറയാം. ഒറ്റ വാചകം. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനെ നിങ്ങൾ എത്ര സംശയിച്ചാലും ഞങ്ങൾക്ക് സഹതാപേ ഉള്ളൂ. 2004 ഒന്നാം മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഉണ്ടാവാൻ ഞങ്ങൾ പിന്തുണച്ചത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല. നിങ്ങളുടെ അഖിലേന്ത്യാ അന്നത്തെ പ്രസിഡന്റ് സോണിയാഗാന്ധിയോട് ചോദിക്കൂ. സോണിയാഗാന്ധി പറഞ്ഞിട്ടല്ല, ഞങ്ങളെ ഇടതുപക്ഷ പാർട്ടി മുൻകൂട്ടി പറയുക ചെയ്ത് നിങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസിന് ആത്മാർത്ഥതയില്ല. അകത്താക്കാനും പുറത്താക്കാനും നിലപാടെടുത്തിട്ടുണ്ട്. ബഹളം വയ്ക്കുന്നത് ശ്രീ ജയ പത്മകുമാർ, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഈ പേടിയുടെ കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ താങ്കൾ പറഞ്ഞു വന്നപ്പോൾ CPM ഏത് നിലപാടെടുത്തോ ആ നിലപാട് കണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധൃതി ഇപ്പോൾ വയനാട്ടിൽ മത്സരിക്കുന്നതിൽ ഇല്ല എന്ന്. പക്ഷേ ഇതെങ്ങനെ ശരിയായി മാറും? ഇത് കേരളത്തിൽ നിന്ന് മാത്രം ഉയർന്ന ഒരു ആവശ്യമായിരുന്നില്ല. കർണാടകത്തിൽ നിന്നും ഇതേ ആവശ്യം ഉയർന്നിരുന്നു, രാഹുൽ കർണാടകത്തിൽ വരണമെന്ന്. തമിഴ്നാട്ടിൽ നിന്ന് ഇതേ ആവശ്യം ഉയർന്നിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതിലെങ്കിലും ഒരിടത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നുള്ള കാര്യം അമേഠി കൂടാതെ അത് പ്രഖ്യാപിത നിലപാടാണ്, നേരത്തെ തന്നെ എടുത്തിട്ടുള്ള നിലപാട്. അതിന്റെ ഭാഗമായാണ് വരുന്നത്. അതല്ലാതെ ഇപ്പോൾ CPM ഒരു നിലപാടെടുത്തു, അതുകൊണ്ട് ഇവർ തമ്മിൽ യോജിച്ചു, അങ്ങനെ രാഹുൽ ഗാന്ധി മറിച്ച് ചിന്തിക്കുന്നു എന്ന കാര്യം. കോൺഗ്രസ് ഒരു പക്ഷേ കോൺഗ്രസിന് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടും 3-4 സംസ്ഥാനം ചേർന്ന് കിടക്കുന്നു, അങ്ങനെ ശരിയായിരിക്കാം. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ട്. ഞാനതല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുള്ളത് CPM-നാണ്. കാരണം ഇപ്പോൾ വാഴക്കൻ പറഞ്ഞതുപോലെ തമിഴ്നാടിൻ്റെ ഈ വയനാടിൻ്റെ അതിർത്തി കഴിഞ്ഞ് അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇപ്പുറത്ത് പിണറായി വിജയനും എല്ലാവരും വന്ന് നിന്ന് പ്രസംഗിച്ച് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് പ്രസംഗിച്ചിട്ട് തൊട്ട് അപ്പുറത്തിറങ്ങി ഇവിടെ കോയമ്പത്തൂർ ചെല്ലുമ്പോൾ എന്താ പ്രസംഗിക്കുക? രാഹുൽ ഗാന്ധി മഹാനെന്ന് പ്രസംഗിക്കുമോ?
യെച്ചൂരി വന്നിട്ട് ഈ തൊട്ട് അതിർത്തി ഇപ്പുറത്ത് വന്നിട്ട് വയനാട്ടിൽ വന്നിട്ട് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തണമെന്ന് പ്രസംഗിക്കാൻ കഴിയുമോ? ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക. യെച്ചൂരിയെ കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഇവിടെ പ്രസംഗിക്കാൻ കഴിയുമോ? അപ്പോൾ ഒരു അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവും തന്നെ രണ്ട് നിലപാടെടുക്കുന്ന അവസരവാദ പാർട്ടിയായിട്ട് മാറും CPM. അതുകൊണ്ട് CPMന് ഒരു ബുദ്ധിമുട്ടുണ്ട്. CPMനെ പൊതുജനങ്ങളുടെ CPMന്റെ മുഖം മൂടി പിച്ച് ചീന്തിയ ഒരു ന്യൂസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം മറ്റൊന്ന് കൂടി വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ ഇവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? കോ ലീ ബി സഖ്യം, BJP ലീഗും കോൺഗ്രസും കൂടെ സഖ്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി എഫക്റ്റീവായിട്ട് കേരളത്തിൽ മത്സരിക്കാൻ വന്നപ്പോൾ അയ്യോ നിങ്ങൾ വരരുത്, നമ്മൾ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചേരേണ്ടതാണ്, നമ്മൾ രണ്ടും കൂടെ മത്സരിക്കേണ്ടതാണോ, ആലോചിക്കണം, ചിന്തിക്കണം എന്നൊക്കെ നിലവിളിക്കുന്നപ്പോൾ യഥാർത്ഥ ഇവരൊരു കോലീബി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് രാഷ്ട്രീയ തട്ടിപ്പല്ലേ? ആളുകളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഞങ്ങൾ രണ്ട് ചേരിയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് കുറച്ച് സീറ്റ് നേടാനുള്ള രാഷ്ട്രീയ സത്യസന്ധത ഇല്ലായ്മയല്ലേ, വഞ്ചനയല്ലേ ഇവർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ഇപ്പം പറയുന്നു കോലീബി സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് BJPക്കെതിരെ പ്രചരണം നടത്തിയവർ ഇപ്പോൾ പറയുന്നു രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കരുത്, ഞാൻ ഇങ്ങോട്ട് വരരുത്, നമുക്ക് രണ്ടുപേരും കൂടി പരാജയപ്പെടുത്തേണ്ടത് വേറൊരാളിനെയാണ്, അതുകൊണ്ട് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. ഞാൻ വളരെ അടിവരായിട്ട് പറയുന്നു, ഇപ്പോൾ കോൺഗ്രസ് പുറകിലോട്ട് പോയത് CPMന്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം CPMന്റെ സമ്മർദ്ദ ഫലമാണ്. നിങ്ങൾ എത്ര കാലം ഈ ആളുകളെ പറ്റിക്കാൻ പറ്റും? ഇപ്പോൾ പറഞ്ഞല്ലോ BJPക്കെതിരായിട്ട് ഞങ്ങൾ ശക്തമായി നിലപാടെടുക്കും, ഞങ്ങൾ ചെറിയ പാർട്ടിയാണ് UPയിലെന്ന്. ത്രിപുരയിൽ ആരൊക്കെ തമ്മിലാണ് മത്സരം? ത്രിപുരയിൽ BJP ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടല്ലോ, അവിടെ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ടല്ലോ. CPMന്റെ നിലപാടെന്താ? കോൺഗ്രസിന് അനുകൂലമാണോ BJPയെ പരാജയപ്പെടുത്താൻ? അല്ലല്ലോ. അവിടെ നിങ്ങൾ പ്രത്യേക നിലപാടല്ലേ സ്വീകരിച്ചിട്ടുള്ളത് ത്രിപുരയിൽ. അപ്പോൾ അവിടെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്ന് BJPയെ പരാജയപ്പെടുത്തേണ്ട. കേരളത്തിൽ നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തേണ്ടത് രാഷ്ട്രീയ വഞ്ചനയാണ്. ഈ അവസരവാദത്തിന് അവാർഡ് കൊടുക്കേണ്ട ഒരു പാർട്ടിയായിട്ട് വരും BJP, കോൺഗ്രസിന്, ഈ CPMന്റെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ എക്കാലം എടുത്തിട്ടുള്ള നിലപാടികൾ അതിപ്പോ വെളിയിൽ രാഹുൽ ഗാന്ധി വരുന്നു എന്ന് പറഞ്ഞു. രാഹുൽ ഇങ്ങോട്ട് വന്നതോടുകൂടി നിങ്ങളുടെ നിലപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ത്രികോണ മത്സരമായിരുന്നു ഇതുവരെ, ഇപ്പോൾ മോദി രാഹുൽ മത്സരമായി മാറിയിരിക്കുന്നു എന്ന രീതിയിലുള്ള നിലപാട് മാറ്റം നിങ്ങൾക്കുണ്ടായിരിക്കുകയാണ്. നിങ്ങൾക്ക് അനുകൂലമായി അത് ഏത് രീതിയിൽ മാറ്റിയെടുക്കാമെന്ന് നിങ്ങളും ചിന്തിക്കുകയാണ്. എല്ലാവരുടെയും രാഹുൽ ഞങ്ങളങ്ങനെ രാഹുൽ മോഡി ബന്ധം ഇതൊന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ഞങ്ങൾ ഈ രണ്ട് മുന്നണിക്കും എതിരായി തന്നെയാണ് മത്സരിക്കുന്നത്. പരസ്പരം ഈ BJP ജയിക്കുമെന്നുള്ള സ്ഥലത്ത് പരസ്പരം വോട്ട് മാറ്റി കുത്തുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും CPMും എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ മോദി രാഹുൽ മത്സരമായി കേരളത്തിലും മാറിയിരിക്കുന്നു എന്ന്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.